തീറ്റപ്രിയനായ ഗുണശേഖരനും ഭാര്യ റോസമ്മയും തമ്മിൽ സ്ഥിരമായി വഴക്കാണ്. ഒരു ദിവസം സഹിയിട്ട റോസമ്മ ഗുണശേഖരനെ ഒഴിവാക്കുന്നതിനായി പാറശാലയിൽ നിന്നും വന്ന ചാത്തസ്വാമിയെ കാണാൻ പോകുന്നു. ചാത്തസ്വാമി എരിവിഷം കലക്കിയ ലേഹ്യം ഗുണശേഖരന് കൊടുക്കാൻ സുഖുവിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നു. ഗുണശേഖരന്റെ ദേഹം നന്നാവാനുള്ള മരുന്നാണ് എന്ന് കരുതി സുഖു ലേഹ്യവുമായി ഗുണശേഖരന്റെ വീട്ടിലേക്ക് വരുന്നു. വരുന്ന വഴിയിൽ തവക്കള രായംപിള്ളയും തങ്കപ്പനും സുഖുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ലേഹ്യം കൈവശമാക്കുന്നു. ലേഹ്യം കയ്യിൽ കിട്ടിയ തവക്കള രായംപിള്ള തന്ത്രത്തിൽ തങ്കപ്പനെയും ഒഴിവാക്കി ഭാര്യ രായമ്മയെ ലേഹ്യം ഏൽപ്പിക്കുന്നു. ദേഹം നന്നാവാനുള്ള മരുന്നാണ് എന്ന് കരുതി എലിവിഷം കലക്കിയ ലേഹ്യം രായംപിള്ളയുടെ കണ്ണു വെട്ടിച്ച് കഴിക്കുന്നു. ബാക്കി തുടർന്ന് കാണുക. ചേച്ചിക്ക് എന്തുണ്ടാ ശരിയണ്ണ, ഞാനിപ്പോ വിളിച്ചോണ്ടിരാ. അയ്യോ സുഖൂടായി ഇവനെ ഇന്ന് ഞാൻ എണീരടാ അങ്ങോട്ട് എണീരടാ. നീ എന്തിനാ ഓടിയല്ലേ? എടാ രായമ്മ ചേച്ചിക്ക് സുഖമില്ലടാ. അയ്യോ, അവർ ആശുപത്രി കൊണ്ടുപോകണം. എടാ അവർ കൊട്ടും വയ്യ. നീ അങ്ങോട്ട് കൊണ്ട് നിന്നില്ലടാ. നീ പോയി വണ്ടി വിളിച്ചോണ്ടോ. നീ അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട് എടാ, ഇങ്ങോട്ട് എടാ, ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് പോടാ. അല്ല, ഞാൻ എന്തിനാ ഓടുന്നേ? കള്ള തവക്കളയും പെണ്ണുമ്പളയും കൂടെ എനിക്ക് തരാ തിന്നാൻ നോക്കിയല്ലേ ഒരു രായമ്മ. ചാവട്ട്, ഞാൻ പോണം. ആഴുക്ക കളവനും കളവി, എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ അയ്യോ, എന്റെ രായമ്മ ചേച്ചി കത്ത പറ്റി, എന്റെ രായമ്മ ചേച്ചി കത്ത പറ്റി. അയ്യോ അയ്യോ, എന്റെ രായമ്മ ചേച്ചി കത്ത പറ്റി, എന്റെ രായമ്മ ചേച്ചി കത്ത പറ്റി. അയ്യോ അയ്യോ, എന്റെ രായമ്മ ചേച്ചി. ഇതിപ്പോ ഏതാ വഴി? എങ്ങോട്ട് പോയ വണ്ടി കിട്ടും? അയ്യോ, ഇതാ പോകുന്നൊരു വണ്ടി. അണ്ണാ 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 നിർത്തണ്ണ, അണ്ണാ വണ്ടി നിർത്തണ്ണ, നിർത്ത് 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 നിർത്ത്, വണ്ടി നിർത്തണ്ണ, വണ്ടി നിർത്ത, വണ്ടി നിർത്തണ്ണ, വണ്ടി നിർത്തണ്ണ. അണ്ണാ 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 അണ്ണാ, രായമ്മ ചേച്ചിക്ക് സുഖമില്ല അണ്ണാ. ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് വാ അണ്ണാ. പോടാ പോടാ, പോയി ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ? അയ്യോ അണ്ണ, അങ്ങനെ പറയലണ്ണ, അങ്ങനെ പറയലണ്ണ. അയ്യോ അണ്ണ, അണ്ണ വണ്ടി നിർത്തണ, വണ്ടി നിർത്തണ. ആരെങ്കിലും ഒന്ന് പറയും വണ്ടി നിർത്ത. അയ്യോ, രായമ്മ ചേച്ചിക്ക് വയ്യ. അയ്യോ, വണ്ടി നിർത്തോ, വണ്ടി നിർത്തോ. അയ്യോ അയ്യോ, ഞാനിനിയിപ്പോ ഏത് വണ്ടി വിളിക്കും? രായമ്മ ചേച്ചി എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും? പാവ രായമ്മ ചേച്ചി എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും? ഞാൻ ഇനി എന്തോന്ന് തങ്കപ്പെണ്ണനോട് പറയും? ഒരു വണ്ടി നിർത്തുന്നില്ല. ഞങ്ങളൊക്കെ ഇല്ലണ്ണ, ഏതൊരു കാലം പോലും വണ്ടി. ഈശ്വര ഈശ്വര, ഇതെന്തോ മല? എടോ, ഇത് മലയല്ലടാ, ഗുണശേഖരനാടോ. വഴിന്ന് മാറടാ ഗുണശേഖര. ഞാൻ നടക്കുന്നിടത്തോടാ വണ്ടി ഓടിക്കുന്നത്. ഗുണശേഖര, വഴിന്ന് മാറടാ ഗുണശേഖര. എനിക്ക് സുഖമില്ലടാ, ആശുപത്രി കൊണ്ടുപോകണോടാ. നീ വണ്ടി എടുക്കടാ. അയ്യോ എടാ സായ, എന്തിനാണ് നീ വണ്ടി നിർത്തിയത്? ആര് വണ്ടി നിർത്തി? ഈ വണ്ടി എന്തിനാ പോകാത്ത? കല്ലേലെങ്ങാനും കേറി ആശുപത്രി എത്രയും പെട്ടെന്ന് എത്തിക്കടാ. എന്ത് പറ്റിയടാ? വണ്ടി കല്ലേലാണ് കേറി. വണ്ടി വണ്ടി പോട്ടറാ. നീയൊക്കെ എവിടെ പോകടാ? ആശുപത്രി പോവാടാ ഗുണശേഖര. അതൊന്നും അല്ല, നീയൊക്കെ എന്റെ റോസമ്മയെ തട്ടിക്കൊണ്ട് പോവില്ലേ? അയ്യോ ഗുണശേഖര, സത്യമായിട്ടും അല്ലടാ. എടാ നീ വണ്ടിന്ന് വീടാ. അയ്യോ രായമ്മ സൂരജും ഇല്ല. എന്റെ ദൈവമേ. ഗുണേണ്ണ, എന്ത് വേടാ?
ദാണ്ടേ പഴം. കേറാ കേറാ വണ്ടി കേറാ. വണ്ടി മറിക്കും പെട്ടെന്ന്. എന്റെ റോസമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലാ കാണിച്ചു തരാ ഞാൻ. നീ പോടാ കൊണ്ടത്തടിയാ നിന്റെ പിന്നെ എടുത്തോളാണ. എന്റെ ഓലയോ അമ്മച്ചേ എന്റെ കാലും പോയി. ഇറങ്ങി മാടി. അയ്യോ രായമേ എന്റെ രായമേ ഇവിടെ കേറിയിരിക്കുന്നു. രായമ ചേച്ചി കേറിയില്ലേ? ഉണ്ടോ നോക്കട്ടെ. രായമേ കാണുന്നില്ല പിന്നെ ഇവിടെ കേറിയിരിക്കുന്നു. രായമേ നീ എന്തി? അണ്ണാ അണ്ണാ ചേച്ചി കേറിയില്ല. എടാ നീ ഇവിടെ വിളിച്ചോണ്ടരാ നമ്മുടെ അകത്തോട്ട് കയറി പോയത്. എന്തിനാ രായമ? എന്തിനാടാ നീ എല്ലാം കൂടെ ആവശ്യം വന്നാൽ ഞങ്ങള് വരണ്ടേണ്ട. ഓടാ. നമുക്ക് ഒന്നും കൂടെ പോയിട്ട് വന്നാലോ? അതിന്റെ അച്ഛൻ ഒന്ന് വണ്ടിക്കൂലി കൊണ്ട് കൊടുക്കൂടാ. എന്നാലും അവരെന്താ വരാഞ്ഞേ? ഞാനിപ്പോ എന്താ വേണം? നിക്കണോ പോണോ? ഒരു കോപ്പിൽ ഇടപാട് വണ്ടിക്കകത്ത് മെനക്കെട്ടാൻ വന്ന് കയറിക്കോളൂ. പണി അങ്ങോട്ട് മാറടാ. എടാ സാജ ഞാനല്ലടാ രോഗി, എന്റെ പെണ്ണുമ്പിള്ളയാടാ രോഗി. അവളെയാടാ കൂടെ. അവൾ എവിടെടാ? കൂടുതൽ വർത്താനൊന്നും വേണ്ട, വന്ന കാശെട്, ഞാൻ പോട്ട്. എത്രയാടാ നിന്റെ കാശ്? 30 രൂപ. അയ്യോ 30 രൂപയോ? എന്റെ ദൈവമേ, ദൈവത്തെ ഒന്നും വിളിക്കണ്ട, മിനിമം കൂലിയേ ചോദിച്ചോളൂ. എങ്ങനെ ദഹിക്കുന്നടാ നിനക്ക്? അതൊക്കെ ചോദിച്ചോളും, കാശാ. എടാ രായമ്മയെ കൊണ്ടുവന്നില്ലടാ. അവരെ കൊണ്ടുവരണേ ഒന്നുകൂടെ പോണം. അപ്പൊ 30 കൂടി 60 രൂപയാവും. അയ്യോ 60 രൂപ? അത് വണ്ടി വിളിച്ചവനോട് ചോദിച്ചടാ. ഓ ഇതേപോലെ ഒരു ദരിദ്രവാസി പുല്ല് വരണ്ടായിരുന്നു. മണി വണ്ടി വിളിച്ചാ കാശ് നീ തന്നോണം. പുല്ല് വരണ്ടായിരുന്നു, ഓട്ടോക്കാരെ പറ്റിക്കാൻ നടക്കുന്നു. ഏത് സമയത്താണോ വരാൻ തോന്നിയത്? രോഗി ആശുപത്രി കൊണ്ടുവരാൻ എല്ലാം കൂടെ കയറി വന്നേക്കുന്നു. ഇവന്മാരൊക്കെ ആട്ടോ ആദ്യത്താണോ? അല്ലേലും നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ മാറി. അല്ല പിന്നെ ഗുണം വരത്തില്ലയോ? അവിടെ പോയി കിടക്കപ്പ, നീ ഇങ്ങോട്ട് വന്നാണ്. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ അവന്മാരെല്ലാം മാറ്റി നിർത്തും. ഞാനേ എന്തിനാണ് ഒരു സൂപ്പർ ഐഡിയ പറയണ. രായമയെ വിളിക്കാൻ ഇനിയും ഓട്ടോ ഉണങ്ങി കാശ് കൊടുക്കണോടാ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ടല്ലോ. എന്ത് വഴിയാണ്? എടാ ഞാൻ രായമയുടെ അസുഖം അഭിനയിക്കാൻ പോവാടാ. അത് കൊള്ളാം, അത് ശരിയാവണ. പിന്നെ ഞാൻ കണ്ടില്ല ഇവിടെ അവളുടെ അടുത്ത് പൊളയുന്നത്. എടാ നീ അവന്മാരെ ഇവിടെ നിർത്തിയിട്ട് നീ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് പോടാ. എടാ കയറി വാടാ. രായമയുടെ അസുഖം ഞാൻ അഭിനയിച്ച് കാണിക്കാടാ. ഇവിടുന്ന് കിട്ടുന്ന മരുന്നും കൂടി അവൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവളുടെ അസുഖം മാറും. ഞാൻ അഭിനയിക്കാൻ പോവാ, നീ കട്ടയ്ക്ക് കൂടെ. ഓക്കെ തുടങ്ങിയോ? അയ്യോ 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 ഡോക്ടറെ രായണ്ണൻ എന്തോ പറ്റിയടാ? വാടാ കളഞ്ഞിട്ട് വാടാ. കേറി വാടാ, നോക്കാടാ വാടാ. അയ്യോ രായണ്ണ എന്തോ പറ്റിയ? എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തുവാണ് ഇത്? അയ്യോ ഡോക്ടറെ, എന്താ എന്റെ രായണ്ണ ഒരു ചെറിയ അസുഖം. ഒന്ന് വാ ഡോക്ടറെ. വരുന്നത്? വിഷമിക്കണ്ട വിഷമിക്കണ്ട, പെട്ടെന്ന് ചത്തോളൂ. എന്ത് പറ്റിയതാ? വിഷം അടിച്ചതാ. ആണോ? വിഷം അടിച്ചാ സാറേ? കൂടെ ഇനമാന്നാ തോന്നുന്നു. ഡോക്ടറെ ഞാൻ വിഷം അടിച്ചല്ല ഡോക്ടറെ, ഞാൻ ഇച്ചിരി ലേഖ്യം തിന്നതാ. അത് ഇത്തിരി മരുന്നോ ഗുളിക വരുമ്പോ അതൊക്കെ മാറിക്കോളും. അത് ശരി. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, അത് കഴിഞ്ഞ ഒരു ഇനിമ എടുക്കേണ്ടി വരും. എനിമ വേണോ ഡോക്ടറെ? അധികം ഉണ്ടെങ്കിൽ 2 എനിക്കും വേണം. അയ്യോ സാറേ, എനിമ ലേപനം കൊടുത്തേരെ. സത്യമായിട്ടും എനിക്ക് വേണ്ടാഞ്ഞിട്ടാ ഡോക്ടറെ. ഇനിമയാണെങ്കിൽ എനിക്കും വേണം. അങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുക്കണ്ട. ആഹാ, അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങൾ പിന്നെ 6-7 കൊല്ലം പഠിച്ചിട്ട് വന്നില്ല, രക്ഷപടിച്ചിട്ട് വന്നിരിക്കുന്നു. എന്തോന്നൊക്കെ പറയുന്നു. രക്ഷപടിച്ചു വന്ന കേസാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യും, വേഗം വേണം. പോലീസോ? അയ്യോ എന്റെ രായണ്ണൻ എന്ത് പറ്റി? വണ്ടി വിളിക്കാൻ അങ്ങോട്ട് കയറ്റി കിടത്തിക്ക്, ഇഞ്ചക്ഷൻ എടുക്കട്ടെ. വണ്ടി വിളിച്ചാൽ ഇതുവരെ ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, വിടറാ എന്നെ. ഇവന്മാരെല്ലാം കൂടെ എന്നെ കൂടെ എന്നെ കൊണ്ടുപോ. ഇഞ്ചക്ഷൻ വേണ്ട, എരിവ് വേണ്ടടാ. എന്തുവാടാ കാണിക്കുന്നത്?
മാറിയില്ല അങ്ങോട്ട് ഡേയ്. എടാ, മാറാ ഇങ്ങോട്ട്. വിടറാ ഡേയ്. രായണ്ണ വിടറാ ഡേയ്. ഡോക്ടറെ ഇവരെല്ലാം കൂടെ അണ്ണനെ എന്ത് ചെയ്തു? രണ്ട് കയ്യിലും കാലുകളൊക്കെ പിടിയിടും. ഇഞ്ചക്ഷൻ എടുക്കട്ടെ. മുറുക്കി പിടിക്കണ പിടിച്ചോണ്ടാ മണി മുണ്ട് പിടിച്ചടിക്കാരിടാ, വൃത്തിയുടെ കാണിക്കാരിടാ, ഞാൻ നിക്കറിട്ടിട്ടില്ലടാ. അയ്യോ എടാ വിടറാ. അയ്യോ എന്നെ കുത്തല്ലേ കുത്തല്ലേ, സൂചി കുത്തല്ലേ. അയ്യോ 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 അമ്മേ. പേടിക്കാനൊന്നുമില്ല. 2 ദിവസം മയക്കം കാണും. ഒബ്സർവേഷനിൽ കിടക്കേണ്ടി വരും. ICUയിൽ അഡ്മിറ്റ് ചെയ്യാം. വിഷം അടിച്ചതല്ലയോ? എപ്പോഴും ഒരാൾ കൂടെ കാണണം. ശരി ശരി. ഏയ് മാറടാ ഇവിടെ. മാറ്. മാറടാ. ഒരുത്തനെ ഇവിടെ ഇരിക്കണ്ട. അടിച്ചിന്റെ മാറടാ അങ്ങോട്ട്. രായണ്ണ, ചന്തിക്ക് എങ്ങനെ ഉണ്ടെന്ന്? ചന്തി നോവുന്നടാ. ഞാൻ നേരെ പറഞ്ഞതായിരുന്നു എനിമ മതിയായിരുന്നു. അയ്യോ ഈ കിടമ്പൂട്ടിട്ട് എനിക്ക് സഹിക്കില്ലല്ലോ. അയ്യോ രായണ്ണ അഭിനയിച്ചതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പട്ടികള്. അഭിനയിക്കാൻ രായണ എന്തോ മോഹൻലാൽ രാമറായപ്പ ആശുപത്രി കൊണ്ടുവന്നു. നിനക്കെങ്കിലും ഒന്ന് തടഞ്ഞൂടായിരുന്നോടാ. ഞാൻ ഈ കാശൊക്കെ എവിടെ ഉണ്ടാക്കൂടാ. അയ്യോ രായണ്ണ, ഞാൻ പോയി രായമ ചേച്ചി വിളിച്ചോണ്ട് വരട്ടോ. രായമ ചേച്ചി കൊണ്ട് വയ്യണ്ട. എവരാടാ ഇതിലെല്ലാം കാരണം? എല്ലേ രായമേ വെള്ളം നിന്ന് കൊല്ലാൻ നോക്കിയത് എവരാടാ? ഹോസ്പിറ്റലിൽ കുറച്ച് ക്യാഷ് അടക്കണം. വേഗം വേണം. രോഗി അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. രായണ്ണ മിക്കവാറും ചത്തു. നീ ഒരു കാര്യം ചെയ്യും, ബിവറ അടയ്ക്കുന്നതിന് മുമ്പ് 1 ലിറ്റർ സാധനം എടുത്തു. ശരിയാണ്. മിണ്ടായിരുന്ന രായണ്ണ മിണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഇല്ലണ കൂടെ ശരിയാവണ എല്ലാം ശരിയാവണ. എന്താ കിടന്നോണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഇഞ്ചക്ഷൻ എടുത്തു. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ശരിക്കും ആർക്കാ? രായമ ചേച്ചി ആശുപത്രി കൊണ്ടുപോകാനല്ലേ ഞാൻ പോയത്? തങ്കപ്പെണ്ണ അങ്ങനല്ലേ പറഞ്ഞത്? രായമ ചേച്ചിക്ക് വയ്യ, വണ്ടി വിളിച്ചോണ്ട് പാടാ അസുഖം. അപ്പൊ ഇപ്പൊ അങ്ങനെ രായണ്ണൻ എങ്ങനെ അസുഖം വന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ശരിക്കും ആർക്കാ അസുഖം? ചിലപ്പോ ഇനി പകരുന്നത് വല്ലതും ആയിരിക്കും. ഓരോ പുതിയ പുതിയ അസുഖങ്ങൾ.